എവിടെയൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതി ചേർക്കാൻ പറ്റുമോ അവിടെയൊക്കെ മീഡിയകൾ ആഘോഷപൂർവ്വം അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. എവിടെയൊക്കെ ഇസ്ലാമിൻ്റെ നല്ല അടയാളങ്ങളെ ലോകത്തോട് പ്രകാശിപ്പിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം ഉത്തരവാദിത്തപ്പെട്ട മീഡിയകൾ മൗനം ദീക്ഷിക്കുന്ന കാലം. നമ്മുടെ രാജ്യത്ത് പ്രമാദമായ ഒരു വിധി വന്നപ്പോൾ മുസ്ലിംകൾക്ക് അനുകൂലമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുസ്ലിംകൾക്ക് എതിരായി വിധി വന്നപ്പോൾ മുസ്ലിംകൾ സംയമനം പാലിച്ചു എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഒരു മീഡിയകളും രംഗത്ത് വന്നില്ല. അവിടെയാണ് ഡിസ്ക്രിമിനേഷനുകൾ വായിച്ചെടുക്കാൻ നാം നിർബന്ധിതരാകുന്നത്. ആഗോളതലത്തിലുള്ള പല അന്വേഷണങ്ങളുടെയും ചുരുളഴിയുമ്പോൾ ഇസ്ലാമും മുസ്ലിം സമുദായവും അതുദ്ഘോഷിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും തീരത്തു തന്നെയാണ് എന്ന വസ്തുതയാണ് കൂടുതലായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് പുതിയ പുതിയ പല അന്വേഷണങ്ങളുടെയും സാധ്യതകളുണ്ട്. വിശുദ്ധമായ ഇസ്ലാം അന്ത്യകാലം വരെ നിലനിൽക്കുന്ന അന്യൂനമായ രീതിശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. വിശുദ്ധമായ ഖുർആനിന്റെ മഹദ്വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലമായ ഒരു പിതാവോ ഒരു പുത്രന്റെ പിതാവോ ഒരു പുരുഷന്റെ പിതാവോ അല്ലെങ്കിൽ സാധാരണത്വങ്ങളിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ആളല്ല. വലാകിർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരും വഖാതമൻ നബിയ്യീൻ, അന്ത്യപ്രവാചകരുമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹനീയമായ ഈ ദർശനങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിന്റെ സ്വീകാര്യതയെ അന്ത്യനാൾ വരെ പത്തരമാറ്റോടെ നിലനിൽക്കുവാനുള്ള വിശുദ്ധിയും മഹത്വവും ഉണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അന്ത്യകാലം വരെ നിലനിൽക്കേണ്ട പരിശുദ്ധമായ ഇസ്ലാം ഓരോ കാലഘട്ടത്തിലും വരുന്ന പ്രശ്നങ്ങളെ മുഴുവനും ദാർശനികമായി നോക്കിക്കാണുവാനും ഇസ്ലാമികമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനും ഒരുപാട് വകുപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിധമുള്ള പ്രാഥമികമായ ഒരു അന്വേഷണത്തിനാണ് അല്പസമയം ആമുഖമായി ഞാൻ വിനിയോഗിക്കുന്നത്. നമ്മൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന എൻഡോസൾഫാൻ ജീവനാശിനികളെ ഇവിടുത്തെ അന്വേഷകന്മാരും പഠിതാക്കളും ശാസ്ത്രകാരന്മാരുമെല്ലാം അവരുടെ വീക്ഷണകോണിലൂടെ വിലയിരുത്തുകയും അനുകൂല പ്രതികൂല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതേക്കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തിന് വല്ലതും പറയാനുണ്ടോ?
ലോകമഹായുദ്ധത്തോട് അനുബന്ധിച്ച് വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിന് പറ്റുന്ന കോപ്പുകൾ ഒരുക്കിയിട്ട് നടക്കാതെ വന്നപ്പോഴാണ് ലോകമഹായുദ്ധത്തിന് വേണ്ടി ഒരുക്കി വെച്ച പടക്കോപ്പുകൾ കീടനാശിനികളായി രൂപം മാറി നമ്മുടെ കാർഷിക തലത്തിലേക്ക് കടന്നു വന്നത്. ഇതെല്ലാം കൃത്യമായി പഠനം നടത്തിയ ആളുകൾ നമ്മോട് ലേഖനങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. 10,000 വർഷങ്ങളിൽ യാതൊരു കീടനാശിനിയുമില്ലാതെ വിളവുകൾ നല്ല സുമോഹരമായി വിളവെടുത്ത പ്രകൃതിയിലാണ് കീടനാശിനികൾ വേണ്ടി വന്നത് എന്ന ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യത്തെ പലപ്പോഴും നമ്മുടെ പഠനങ്ങളിൽ നാം പരിഗണിക്കാറില്ല. പ്രകൃതിയുടെ മഹനീയമായ ഘടനയിൽ അനുസ്യൂതമായി കടന്നുപോകാനുള്ള പ്രാപഞ്ചിക വിളകളെ, കാർഷിക വിഭവങ്ങളെ അത് കൃത്യമായി കൊണ്ടുപോകാനുള്ള സുന്നത്ത്, ചര്യ, ഘടന ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. 10,000 വർഷങ്ങളിൽ അത് വളരെ മനോഹരമായി നടന്നുപോയിട്ടാണ് പിന്നീട് നാം കീടനാശിനികളുടെയും അതുപോലെയുള്ള ജീവനാശിനികളുടെയൊക്കെ അഡിക്റ്റായി മാറിയത് എന്ന യാഥാർത്ഥ്യം നാം പഠിക്കേണ്ടതുണ്ട്. 75% വിളവുകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം ജീവനാശിനികളെ പഠനവിധേയമാക്കിയ ഡൽഹിയിലെയും ഹൈദരാബാദിലെയും അമേരിക്കയിലെയും ഒക്കെ ലാബുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നമ്മുടെ വിളകൾക്ക് മാത്രമല്ല, നമ്മുടെ വിളകളോട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവികൾക്ക് മാത്രമല്ല, മനുഷ്യന് താൽക്കാലികമായി മാത്രമല്ല, അവന്റെ പരമ്പരയ്ക്കു കൂടി കേടാണ് എന്ന് അന്വേഷണങ്ങൾ അറിയിച്ചിട്ട് പോലും വേണ്ടതുപോലെ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ലോകമഹായുദ്ധത്തിന് ശേഷം ഒരുക്കി വച്ചിരുന്ന പടക്കോപ്പുകളുടെ അംശം 75% വിളകളിലേക്ക് ഉപയോഗിക്കാനുള്ള കാരണം? ഫലങ്ങളിലൂടെയും പഴങ്ങളിലൂടെയും അതിൻ്റെ അംശം മനുഷ്യനെ തന്നെ രോഗിയാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ഈ വിഷയം ചൂടുപിടിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരു സമ്മേളനം നടത്തി. അതിൽ ഇന്ത്യ ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇതിനെ ഒഴിവാക്കുവാൻ വേണ്ടി പ്രഖ്യാപനം നടത്തി. ഓസ്ട്രേലിയ ഇന്ത്യയിൽ നടന്ന പഠനങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇത്തരം എൻഡോസൾഫാനും അനുബന്ധ ഉൽപ്പന്നങ്ങളും ആവശ്യമില്ല എന്ന് മാനുഷിക ബോധത്തോടെ തീരുമാനമെടുത്തു. അമേരിക്കയുടെ ഉപരോധത്തിൽ കഴിയുന്ന പല രാജ്യങ്ങളും അവർക്കിതൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ, ഇപ്പോഴും അവരുടെ വിളവുകൾക്ക് പോലും ഉപരോധം അനുഭവിക്കുന്നതിൻ്റെ പേരിൽ അത്തരം രാജ്യങ്ങൾ ഇപ്പോഴും സുഖകരമായി അവരുടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, കീടനാശിനിയും വേണ്ട, വിളവിന് പ്രശ്നവുമില്ല. അപ്പൊ ഇത്തരം പഠനങ്ങളെല്ലാം നമുക്ക് നൽകുന്ന തിരിച്ചറിവ്, ഈ പുതിയ ഉൽപ്പന്നങ്ങളെ മുഴുവനും മനുഷ്യന്റെ നാശത്തിനു വേണ്ടി ആരുടെയോ കരുതിക്കൂട്ടിയുള്ള വിന്യാസങ്ങളാണ്. പാതിരാത്രിയിലെ മതപ്രഭാഷണത്തിൽ എന്തെങ്കിലും പറയുകയല്ല, ആധികാരികമായി ഇതേക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് പറയാനുള്ളത്, മനുഷ്യനെയും ഓരം പറ്റി ജീവിക്കുന്ന ജീവികളെയും വിളകളോട് അനുബന്ധമായി കിടക്കുന്ന വസ്തുവകകളെയുമെല്ലാം വിഷാംശത്തിലേക്കും വന്ധ്യംകരണത്തിലേക്കും വംശനാശത്തിലേക്കുമൊക്കെ ഹേതുകമാക്കുന്ന ഇത്തരം വിളകളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയിൽ നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? ഇസ്ലാമി പ്രകൃതിയിലെ വിഭവങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇവിടെ നല്ല നയപരമായി മുന്നോട്ട് പോകണമെന്നാണോ? അതല്ല,
ഇത്തരം ഇടപാടുകൾക്ക് പ്രചോദനം നൽകണമെന്നാണോ പറയുന്നത്? ഇസ്ലാമിന്റെ ഭാഷയിൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുവകകളും പ്രപഞ്ചാധിനാഥനായ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുവകകളും പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടിയായ പാമ്പും പെരുച്ചാഴിയും ആനയും ഉറുമ്പും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വെച്ചിട്ടുള്ള നിയതമായ താളത്തിന്റെ സംവിധാനങ്ങളാണ്.